നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മയക്കുമരുന്നിനെ കുറിച്ചാണ്. കേരളത്തിലേക്ക് ഒഴുകുന്ന മയക്കുമരുന്ന് അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നോക്കുമ്പോൾ ധാരാളം കൊലപാതകങ്ങൾ നടക്കുകയും ആ കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിൽ ഒരു ഭൂരിപക്ഷ ഭാഗം ഈ മയക്കുമരുന്ന് തന്നെയാണ് എന്ന് പറയേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥ, അത് കേരളത്തിനെ വല്ലാതെ ഈ മയക്കുമരുന്ന് കേരളത്തിനെ കാർന്നു തിന്നോ? അതാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് സോണി കല്ലറയ്ക്കലാണ് നമ്മളോടൊപ്പം ചർച്ചയ്ക്ക് ഉള്ളത്. സോണി, നമസ്കാരം. നമസ്കാരം. സോണി, കേരളത്തെ ഈ ലഹരി മാഫിയ കാർന്നു തിന്നോ? ഇല്ല, ലഹരി മാഫിയ കാർന്നു തിന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. ലഹരി ഇന്നോ ഇന്നലെയോ അല്ലല്ലോ, കേരളത്തിൽ അല്ലല്ലോ, ഇന്ത്യ മുഴുവൻ ലഹരിയുടെ ഒരു കേന്ദ്രമല്ലേ, പ്രഭാവമില്ല. കാരണം ഇന്നോ ഇന്നലല്ലേ കൊലപാതകങ്ങൾ, ലഹരിയുടെ പേരിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ. നമ്മുടെ പഴയ മുൻ പ്രതിരോധ മന്ത്രി പ്രമോദ് മഹാജന്റെ കാലം അദ്ദേഹം കൊല്ലപ്പെടുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തെ കൊന്നത് അദ്ദേഹത്തിന്റെ സഹോദരൻ പ്രവീൺ മഹാജനാണെന്നാണ് പറയുന്നത്. പക്ഷെ അതിന്റെ പിന്നാമ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നത്. പ്രവീൺ മഹാജൻ ലഹരിക്ക് അടിമയായിരുന്നോ? പ്രമോദ് മഹാജൻ ലഹരിക്ക് അടിമയായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ ഈ ലഹരിയുടെ പേരിലാണ്, ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട അധോലോകത്തിന്റെ പേരിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടെന്നുള്ളതാണ് നമ്മൾ ചരിത്രം പറയുന്നത്. അദ്ദേഹത്തിന്റെ മകൻ രാഹുൽ മഹാജനെ മയക്കുമരുന്നിന് അടിമയായിട്ട് അറസ്റ്റ് ചെയ്ത് നമുക്കറിയാവുന്നതാണ്. അതിനെപ്പറ്റി ഒരു കുറിപ്പ് വന്നിട്ടുണ്ട്. ഈ കുറിപ്പിനകത്ത് ഒരു BJP വിരോധം അതിനകത്ത് കാണുന്നുണ്ട് സോണി. അത് നമ്മൾ മറച്ചുവിട്ട് കഥയില്ല. അല്ല, അത് BJP നമ്മൾ പറയുമ്പോൾ അമിത്ഷാ എന്നല്ല അമിത്ഷാ എന്നാണ് പറയുന്നത്. അപ്പൊ അതിനകത്തൊരു BJP വിരോധം നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. അതുകൊണ്ട് കേരളത്തിന് കൈ കഴുകാം എന്ന് സോണി കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. കേരളത്തിലല്ല, BJP മാത്രമല്ല, ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമായി പറയുന്നത്. അന്ന് മയക്കുമരുന്ന് ലോബി ഇവിടെ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ഇപ്പൊ സഞ്ജയ് ദത്തിന്റെ കാര്യം പറഞ്ഞ BJP വിരോധം അല്ല പറയുന്നത്. സുനിൽ ദത്ത് ബോംബെയിലെ MP ആയിരുന്നു കോൺഗ്രസിന്റെ. അദ്ദേഹത്തിന്റെ മകനാണ് സഞ്ജയ് ദത്ത്. അദ്ദേഹമാണ് മയക്കുമരുന്ന് ലോബിയായിട്ട് ബന്ധപ്പെട്ട് ടാഡ കേസിൽ ഇപ്പൊ അറസ്റ്റ് ചെയ്ത് ജയിലിലായിരിക്കുന്നത്. അപ്പൊ കോൺഗ്രസിനും കൈകഴുകാൻ സാധിക്കില്ല. പ്രമോദ് മഹാജന്റെ ഏറ്റവും നല്ല പ്രതിരോധ മന്ത്രിയായ പ്രമോദ് മഹാജൻ, ഒരുപക്ഷെ മോദിക്ക് മുമ്പേ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ആളായിരുന്നു പ്രമോദ് മഹാജൻ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ യോഗ്യനായിരുന്നു, ഇല്ലെങ്കിൽ രാഷ്ട്രപതി സ്ഥാനത്ത് വരാൻ യോഗ്യനായിരുന്നു. അത്രമാത്രം തിളക്കമുള്ള ഒരു വ്യക്തിയായിരുന്നു പ്രമോദ് മഹാജൻ. അദ്ദേഹത്തിന്റെ മകൻ പിന്നീട് മയക്കുമരുന്ന് കേസിൽ അകപ്പെടുന്നത് എല്ലാവരും കണ്ടതാണ്. അത് BJP വിരോധം പറയുന്നതല്ല, അത് നമ്മൾ കണ്ടതാണ്. പിന്നെ ഗുജറാത്ത് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആരുടെയാ? മോദിയുടെ സ്റ്റേറ്റ് ആണ്. മോദി അവിടെ വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്ന സ്റ്റേറ്റ് ആണ്. കേരളത്തെ മാത്രം വഴിയായിരുന്നു. കേരളത്തിലേക്ക് ഒരുപാട് പോലുള്ള മയക്കുമരുന്നുകൾ ഇറക്കുമതി ചെയ്യപ്പെടുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അതിനെ കണ്ണടച്ചിട്ട് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. ബ്രൂവറിയെ പറ്റി, മദ്യം നിർമ്മിക്കാനുള്ള ബ്രൂവറിയെ പറ്റി ഇപ്പൊ നമ്മൾ ഭയങ്കര പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ചോദിക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്റ്റേറ്റ്, കേരളത്തിന്റെ മൊത്ത മദ്യം എന്ന് പറയുന്നത് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ എന്ന് പറയുന്നത് കേരളത്തിന്റെ മൊത്ത മദ്യത്തുള്ള ഒരു പ്രദേശമാണ്. ഈ സ്ഥലത്തെയാണ് ഏറ്റവും കൂടുതൽ ലഹരി കാണുന്നത്. ഒന്നുകിൽ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി, അല്ലെങ്കിൽ മംഗലാപുരം വഴി, അല്ലെങ്കിൽ ഇടുക്കി വഴി ഒക്കെയാണല്ലോ ഈ സാധനം വരുന്നത്. അല്ലാതെ ഇത് ആകാശത്ത് നിന്ന് നേരെ ഇറക്കുന്നതല്ലോ. നമ്മുടെ വാതിലുകളൊക്കെ ഇവർക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. അത് തുറന്നിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം. പക്ഷെ ഇത് ഇറക്കുമതി ചെയ്യുന്ന മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നാണ്. അതിനെ നിയന്ത്രിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ കൂടെ സംവിധാനം ആവശ്യമാണ്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇവിടുത്തെ പ്രതിപക്ഷവും ഒക്കെ ഒന്നിച്ചിരുന്ന് തീരുമാനിച്ചാൽ ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അല്ലാതെ ഒരാളെ വീഴ്ത്തിയോ ഒരാളെ പുകഴ്ത്തിയോ അല്ല നമ്മൾ ഈ പറയുന്നത്. ഇവിടെ ലഹരി മുക്ത സ്റ്റേറ്റ് ആക്കി മാറ്റേണ്ടത് നമ്മുടെ ഓരോ പൗരന്റെ കടമയാണ്. കാരണം ധാരാളം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ധാരാളം ചെറുപ്പക്കാരൊക്കെ ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്ന ഒരു ദുസ്സഹനീയമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരും, അത് വാക്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ UDF ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദമായത് ഇവിടെ ബാർ കോഴയാണ്. കോഴ മേടിച്ച് ബാർ തുറക്കാനുള്ള ഒരു സംവിധാനം. ബാർ അടയ്ക്കേണ്ട വന്ന എങ്ങനെയാ? ഇന്നത്തെ KPC പ്രസിഡന്റായ സുധീരന്റെ എതിർപ്പുണ്ട്. അതിന്റെ പേരിൽ മുഖ്യമന്ത്രിയും സുധീരനും തമ്മിൽ ഇടയുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു അകൽച്ച ഉണ്ടാകുന്ന കണ്ടാണ്. നിവൃത്തിയില്ലാതെ KPC പ്രസിഡന്റ് രാജിവെക്കുന്ന തിരിച്ചു പോകേണ്ട സുധീരനെയാണ് പിന്നീട് നമ്മൾ കണ്ടത്. കൂടാതെ തന്നെ ഇപ്പം KPC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചിലവർ ഉയർത്തി കാണുന്ന ഒരു നേതാവുണ്ട്, അടൂർ പ്രകാശ്. അദ്ദേഹത്തിന്റെ ധാരാളം ബാറുകളുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ മരുമോന്റെ പിതാവാണ് ബിജു രമേശ്. അദ്ദേഹം അബ്കാരി കോൺട്രാക്ടറാണ്, അബ്കാരിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനൊക്കെ നിർത്തിക്കൊണ്ട് ഒരു ലഹരി മുക്ത കേരളം സൃഷ്ടിക്കാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ ആലോചിക്കേണ്ടത്. അതിന് എല്ലാവരും കൈകോർക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ ഇവിടെ ലഹരി മുക്തമാകുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും കണ്ണടച്ചിരുട്ടാക്കി എല്ലാവരും മൗനാനുവാദം കൊടുക്കുകയാണ്. അതിനൊരു സംസ്ഥാന സർക്കാരിനെ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അതിനെ ഊതിപ്പെരുപ്പിക്കാൻ മാധ്യമങ്ങളും ഉണ്ട്. പക്ഷെ മറുവശത്ത് എന്താണ്, അതിനെ പ്രതിരോധിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിനെപ്പറ്റി ഒരു വ്യക്തത ഇതുവരെയും അതിന്റെ നേതൃത്വം നമുക്ക് തരുന്നില്ല. നമ്മളിപ്പോ സ്കൂളുകളിലേക്കൊക്കെ ലഹരി എത്തുന്നു എന്ന് നമ്മളെല്ലാം വിലപിക്കുമ്പോൾ ഇവിടെ ഷാഡോ പോലീസ് ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഷാഡോ പോലീസിനെ ഈ സ്കൂളുകളുടെ പരിസരത്ത് വിന്യസിച്ച് ഒരാഴ്ചത്തെ നിരീക്ഷണം മതിയല്ലോ? ഇത് ഡെയിലി നടക്കുന്ന സംഭവമാണ്. ഒരാഴ്ച ഒരു സ്കൂൾ ശ്രദ്ധിച്ചാൽ ഈ ഷാഡോ പോലീസിന് കൃത്യമായിട്ട് ആരാണോ ഇത് കൊണ്ടുവരുന്നത്, ആരാണോ ഇത് കൈമാറുന്നത് എന്നുള്ളത് പിടിക്കാൻ കഴിയും. ഇത് കുട്ടികളോട് ഇത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ പറയുക, കുട്ടികൾ അത് റിപ്പോർട്ട് ചെയ്യുക, അത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതിനുവേണ്ടി മർദ്ദനം വെക്കുക, ഇത് സംഭവിക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. കുട്ടികളല്ല ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. കുട്ടികൾ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെ ശത്രുവായി മാറും. കഴിഞ്ഞ ദിവസം ഒരു
കുട്ടിയെ മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത് ലഹരി ഉപയോഗിക്കുന്ന വിവരം സ്കൂളിലെ അധികൃതരെ അറിയിച്ചു എന്നുള്ള പേരിൽ ഇതൊരു പാഠമായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മർദ്ദിക്കുന്നുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളിൽ കുട്ടികളോട് നിങ്ങളിത് ഞങ്ങളെ അറിയിക്കൂ, അപ്പോൾ ഞങ്ങൾ വന്ന് പിടിക്കാമെന്ന് പറയുന്നത് തെറ്റാണ്. ഷാഡോ പോലീസിന്റെ പല വേഷങ്ങളിൽ അവർക്ക് സഞ്ചരിക്കാം. അപ്പോൾ അവര് പല വേഷങ്ങളിൽ സഞ്ചരിച്ചിട്ട് ഇത് പിടിക്കുകയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. അത് സംസ്ഥാന സർക്കാർ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ധാരാളം ഉൽപ്പന്നങ്ങളിലൂടെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ കുട്ടികളെ ആകർഷിക്കാൻ പറ്റുന്ന ധാരാളം പ്രൊഡക്റ്റിലൂടെയും ഈ പറഞ്ഞ മയക്കുമരുന്നുണ്ട്, ചോക്ലേറ്റുകളിലൂടെയും ഐസ്ക്രീമിലൂടെ ഒക്കെ പ്രൊഡക്റ്റുകളെ പരിശോധിക്കാനുള്ള സംവിധാനവും ഇവിടെ നടപ്പാക്കും. ഞാൻ പറഞ്ഞില്ല, ഭരിക്കുന്ന സർക്കാരുകൾ ആരായാലും, ഇപ്പം കോൺഗ്രസിന്റെ ഭരണമായാലും ഇടതുപക്ഷത്തിന്റെ ഭരണമായാലും ഈ ലഹരി ഇവിടെ മുക്തമാക്കണമെന്ന്, ഇവിടെ ലഹരി ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംവിധാനമാണ് വേണ്ടത്. അതിന് അവർക്ക് ഒരു മനസ്സാണ് വേണ്ടത്. അല്ലാതെ ചുമ്മാ മറ്റുള്ളവരെ പൊതുജനത്തെ കണ്ണി പൊടിയിടാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ട് പോവുക, അല്ലെങ്കിൽ നിയമസഭയിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ നടത്തിയിട്ട് രണ്ടുപേരും കൈ കൊടുത്ത് പിരിയുക, ഇതല്ല ചെയ്യേണ്ടത്. ആത്മാർത്ഥമായിട്ട് ഇതിനൊരു ബോധവൽക്കരണം വിദ്യാർത്ഥികളുടെ ഇടയിലാണെങ്കിലും ബോധവൽക്കരിക്കണം. ഇപ്പോൾ ഈ ബോധം എല്ലാവർക്കും ഉണ്ടായത് 1.5 വർഷത്തിന് ശേഷം വരുന്ന ഇലക്ഷൻ കൊണ്ടാണ് എല്ലാവരും ഭയങ്കര ജാഗരൂകരായത്. ഈ ഇത്രയും നാളും ഈ ലഹരി നിരോധിക്കേണ്ട സമയത്ത് ലഹരി ഇവിടെ ഒഴുകുന്നുണ്ട് എന്ന് അറിയുന്ന സമയത്തൊന്നും ഒരു പ്രതിപക്ഷവും വന്നില്ല, ഒരു ഭരണകക്ഷിയും വന്നില്ല, ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും വന്നില്ല. ഇനി 1.5 വർഷം കൊണ്ട് ഇലക്ഷൻ വരാൻ, അല്ലെങ്കിൽ അതിനു മുമ്പേ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പൊ ഇത്തരം ഇലക്ഷനെ ഒക്കെ നോക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയമായിട്ട് ഇറങ്ങിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരും സോണി. തീർച്ചയായിട്ടും പറയേണ്ടി വരും. ഇതിപ്പം ഞാൻ പറയാമല്ലോ, ഒരു പാർട്ടിയുടെ പെടലിക്ക് ഇത് വെച്ച് കൊടുക്കുവോ, അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ പെടലിക്ക് വെച്ച് കൊടുക്കുവോ, അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായത്തിന്റെ പെടലിക്ക് ഇത് വെച്ച് കൊടുക്കുന്ന നല്ല കാര്യം. ഇപ്പൊ ചില സമുദായങ്ങളുടെ വെറുപ്പ് മൂലം ചില മാധ്യമങ്ങളൊക്കെ അവരെ മുഴിപ്പിച്ച് കാട്ടും. അവരുള്ളത് കാരണമാണ് ഇവിടെ മയക്കുമരുന്ന് വരുന്നത്. അങ്ങനെയാണ്. എല്ലാ സമുദായക്കാരും ഇതിനൊരു പങ്ക് പറ്റുന്നുണ്ട്. ഒരു സമുദായത്തെ എതിർക്കുന്ന മറു സമുദായത്തെ കൈയെടുക്കാൻ പറ്റുമോ? അവരുടെ ഭാഗത്തുനിന്ന് ഇതിന് എതിരല്ല. ഇപ്പം മദ്യം വിൽക്കുന്നവരുടെ ഇന്നും മദ്യപിക്കുന്നവരും ഒന്നും എം പി ഗോവിന്ദൻ മാഷ് പറഞ്ഞു, മദ്യപിക്കുന്നവർ ഇനി പാർട്ടിയിൽ ഉണ്ടാകില്ല. എന്തെങ്കിലും പറയാനുള്ള ഒരു മനസ്സെങ്കിലും കാണും. ഒരു പള്ളിയിൽ ഒരു വൈദികന് പറയാൻ പറ്റുമോ മദ്യപിച്ച് വരുന്നവര് പള്ളിയിൽ വരാൻ പാടില്ല, ഇല്ലെങ്കിൽ മദ്യപിക്കുന്നവരുടെ പണം പള്ളി പണിക്ക് ആവശ്യമില്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പം മദ്യരാജാക്കന്മാരുടെ പണം ഉപയോഗിച്ചാണല്ലോ പള്ളികൾ പണിയുന്നത്. പള്ളിയും അതുപോലെ പാരിഷ് കാർഡും അതുപോലെ മന്ദിരങ്ങളും ഒക്കെ പണിയുന്നത് അങ്ങനെ തന്നെയാണ്. അതൊന്നും ഞങ്ങൾക്ക് ഇനി വേണ്ട, പള്ളി പണിയാൻ അവരുടെ ഒന്നും വേണ്ട, അവരൊന്നും ഈ പള്ളി കയറി പോകരുത് എന്ന് പറയാൻ ഒരു ആർജവം, അല്ലാതെ പൊതു മധ്യത്തിൽ നിന്ന് പറയാനുള്ള ആർജവം കാണിക്കും. ഇപ്പൊ എം പി ഗോവിന്ദൻ മാഷിനെയൊക്കെ CPM സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ മാഷിനെയൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപിക്കുന്നുണ്ട്. അദ്ദേഹം പരസ്യമായിട്ട് അത് പറയാനെങ്കിലും തയ്യാർ. അതുപോലെ എത്ര പേർക്ക് അത് പറയാൻ സാധിക്കുന്നുണ്ട്? ഇത് മതമേലധ്യക്ഷന്മാർക്ക് പറയാൻ സാധിക്കും. ഒരു മതത്തിന്റെ ആൾക്കാരാണ് ഇവിടെ മയക്കുമരുന്ന് കൊണ്ടിരുന്നതെന്നും മയക്കുമരുന്ന് ലോബി ചെയ്യുന്നു ഒക്കെ പറയുന്നത്. ഇതിനകത്ത് ഈ മയക്കുമരുന്ന് കൊണ്ടുവരുന്ന ആൾക്കാരുടെ ജാതി പരിശോധിക്കുക, എന്നിട്ട് ഈ മതമാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞ് സ്ഥാപിക്കുക, ഇതിന് ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം. അതിലെ ആൾക്കാർ ചിലപ്പോൾ കൂടുതലുണ്ടാകാം, ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് കൂടുതലുണ്ടാകാം. പക്ഷേ അതുകൊണ്ട് മൊത്തം മയക്കുമരുന്നിന്റെ ആൾക്കാർ ഇവരാണ് എന്ന് പറയുന്നത് ശരിയാണോ? അല്ല, ഒരു പേര് നോക്കിയിരിക്കുക. ഇവർക്ക് മയക്കുമരുന്ന് ആര് കൊണ്ടുവന്നോ എന്നുള്ളതല്ല, അവരെ അടിച്ച് ആക്ഷേപിക്കാൻ വേണ്ടി ഇവർ നോക്കിയിരിക്കുന്ന പോലെയാണ് കാണുന്നത്. ഒരു പേര്, ഇന്ന ഒരു സമുദായത്തിന്റെ നാമധാരിയുടെ പേര് കണ്ടാൽ അതിനുടനെ പത്രക്കാർക്ക് കൊടുക്കുക, സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യുക. ഈ ഒരു ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എല്ലാവരും യോജിച്ചുകൊണ്ട് ഇതിനെതിരെ ഇറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് തർക്കം. ഇപ്പൊ ഈ വിഷയത്തിന്റെ സീരിയസ്നെസ് ഒക്കെ വിട്ടിട്ട് അതിന്റെ ആ സീരിയസ് ആയിട്ടുള്ള ഒരു പോർഷനിൽ നിന്ന് മാറിയിട്ട് എനിക്ക് എങ്ങനെ ഇതിനകത്തൂടെ 10 വോട്ട് നേടാമെന്ന് രാഷ്ട്രീയ കക്ഷികൾ ചിന്തിക്കുമ്പോൾ ഇതിന്റെ ചർച്ച എങ്ങും എത്താതെ പോകുന്നുണ്ട് സോണി. കഴിഞ്ഞ ദിവസം 24 നടന്നൊരു ചർച്ച നമ്മൾ കാണുന്നുണ്ടായി. കാരണം അത് എവിടെയോ വഴിതെറ്റി പോവുകയാണ്. ഇതെല്ലാം മുതലെടുപ്പാണ് നടക്കുന്നത്. എല്ലാത്തിന്റെ പേരിൽ അല്ല, ആത്മാർത്ഥമായിട്ടൊരു പരിശ്രമം അല്ല. ഇപ്പൊ അനീതിക്കെതിരെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം അല്ല ഇവിടെ നടക്കുന്നത്. എങ്ങനെ ഇത് മുതലെടുപ്പ് നടത്താം? അല്ലെ രാഷ്ട്രീയപരമായ മുതലെടുപ്പ് നടത്താം, മതപരമായ മുതലെടുപ്പ് നടത്താം. ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ലഹരിക്കെതിരെ എല്ലാവരും കൂടെ, മതമായാലും സമുദായ നേതാക്കന്മാരായാലും രാഷ്ട്രീയക്കാരായാലും BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും എല്ലാവരും ഒത്തുപിടിച്ചാൽ ഇവിടെ നടക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ലഹരി മുക്ത കേരളം എന്നുള്ള ഒരാശയം. ഇപ്പം നമുക്കറിയാലോ, ഇപ്പം സാക്ഷരത 100% സാക്ഷരത നേടിയ സംസ്ഥാനമാക്കാൻ എല്ലാവരും കൂടെ പരിശ്രമിച്ച് സാധിച്ചില്ലേ? അതുപോലെ എന്തുകൊണ്ട് ലഹരി മുക്ത കേരളമാക്കാൻ സാധിക്കുന്നില്ല? ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. സോണി, ഇതിനകത്ത് ഒരു കാര്യം കൂടെ, ഈ രാസലഹരിയൊക്കെ ഇവിടെ പടരുമ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. കാരണം കഞ്ചാവ് ഭാഗമാക്കിയാൽ ഇതിനകത്തുനിന്ന് രാസലഹരി ഉപയോഗിക്കാതെ ആൾക്കാർ കഞ്ചാവ് ഉപയോഗിച്ചോളും എന്ന രീതിയിലേക്ക് ചർച്ചകൾ കൊണ്ടുപോവുകയും, ഇടുക്കിയിലെ കഞ്ചാവിന് ഇടുക്കി ഗോൾഡ് എന്നാണ് പറയുന്നത്, വളരെ കൂടുതൽ മേന്മയുള്ളതാണ് എന്നാണ് അവർ കഞ്ചാവ് ഉപയോഗിക്കുന്നവർ പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ ഇടുക്കിയെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ കഞ്ചാവ് കൃഷി നടപ്പാക്കാൻ അംഗീകാരം കിട്ടാനുള്ള ഒരു മാർഗം എന്ന നിലയിലാണോ? പണ്ട് മദ്യനിരോധനം നടപ്പാക്കിയപ്പോൾ ധാരാളം മരണങ്ങൾ നടക്കുകയുണ്ടായി, വ്യാജമദ്യം കഴിച്ചു. അപ്പൊ അങ്ങനെ ഉണ്ടായപ്പോൾ പെട്ടെന്ന് ഒരു ചിന്ത ഉണ്ടാവുക, ഇത് മാറ്റണം, അതുകൊണ്ട് നമുക്ക് മദ്യം എല്ലാവർക്കും കിട്ടാവുന്ന രീതിയിലാക്കാം എന്ന് പറഞ്ഞതുപോലെ ഈ രാസലഹരി ഒഴുകുന്നതിന് പിന്നിലും ഒരു ദുഷ്ടലാക്കുണ്ടോ? അങ്ങനെ നമുക്ക് ചിന്തിക്കാം. കാരണം ഇതിന്റെ പിന്നിലും ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ദുഷ്ടലാക്കുണ്ട്. അതുകൊണ്ടാണ് ഒരിടത്തും നമുക്ക് ഗതി പിടിക്കാൻ സാധിക്കാതെ. അതൊക്കെ മാറി ആത്മാർത്ഥമായിട്ടായിരിക്കുന്നെങ്കിൽ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ സാധിക്കും. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പ്രമോദ് മഹാജന്റെ കാര്യവും രാഹുൽ മഹാജന്റെ കാര്യവും സുലിതത്തിന്റെ കാര്യവും ഒക്കെ നമ്മൾ സുലിതത്തിന്റെ മകൻ സഞ്ജീതത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. എല്ലാ പാർട്ടിയിലും പെടുന്നവരാണ്. അല്ലാതെ ഒരു പാർട്ടിയെ മാത്രം അടിച്ചാക്ഷേപിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ വ്യത്യസ്ത സമുദായത്തിൽ പെടുന്നവരാണ്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഈ രാസലഹരിയും മയക്കുമരുന്നും വർഷങ്ങളായി അത് ഇന്ത്യ മുഴുവൻ പടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ വളരെയധികം ആൾക്കാർ ഇന്ത്യയിലേക്ക് അത് കടത്തിക്കൊണ്ട് വരും, കേരളത്തിലേക്ക് അത് കടത്തിക്കൊണ്ട് വന്ന് ഇവിടെ അത് മലിമസമാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനെതിരെ എല്ലാവരും കൂടെ സംഘടിക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ
ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സർക്കാരിനെ മാത്രം ഒത്തുതിരിഞ്ഞ് ആക്രമിക്കുന്നിട്ട് കാര്യമില്ല. ഈ ചർച്ചയുടെ കൺക്ലൂഷൻ പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ ഇതിനകത്ത് രാഷ്ട്രീയമോ മതമോ ഒക്കെ മാറ്റി നിർത്തി മനുഷ്യൻ എന്ന രീതിയിൽ ചിന്തിച്ച് എന്റെ ഭാഗത്തു നിന്ന് ഇതിനെതിരെ എന്ത് ഒരു സംഭാവന നൽകാൻ കഴിയും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഷാഡോ പോലീസ് ഇല്ലെങ്കിലും ഓരോ വ്യക്തിക്കും ഷാഡോ പോലീസായി മാറാനും അതിന്റെ കൃത്യമായ വിവരങ്ങൾ പോലീസിലേക്ക് കൈമാറാനും ഒക്കെ കഴിയും. നേരിടണമെങ്കിൽ നമുക്ക് തന്നെ നേരിടാവുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി ഒരു ഭരണകൂടത്തെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ നോക്കിയിരിക്കേണ്ടതില്ല. അതാണ് ഈ ചർച്ചയുടെ ഞങ്ങൾക്ക് പറഞ്ഞു തീർക്കാനുള്ളത്. അപ്പോൾ ഒരു ചർച്ചയുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.